ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ വിവോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7,900 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ Y18i എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഇതിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 7,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Lite 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 5G ഫോണാണ്. ഇപ്പം ഈ ഒരു ഫോണിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വിവോ Y28e എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷെ അതിൽ 13 മെഗാ പിക്സൽ ക്യാമറ സെൻസറേ വരുന്നുള്ളൂ. ബാക്കി സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. ആ ഒരു ഫോണും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 11,800 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ വിവോ T3 Lite ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് T3X 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററിയും ബെറ്റർ ആയിട്ടുള്ള 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. 11,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 17,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വിവോ T3 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 17,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിലോട്ട് വരുമ്പം AMOLED ഡിസ്പ്ലേയുടെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കർവ്ഡ് ഡിസ്പ്ലേയും കൂടി ലഭിക്കുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5,500 mAh ബാറ്ററി ബെറ്റർ ആയിട്ടുള്ള 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇതല്ലാതെ 25,650 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വിവോ V30 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ സെയിം പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ 50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇതും ഈ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ V30 ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 5,500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9200+ എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് വിവോയുടെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ V29 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 50+12+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. പെർഫോമൻസ് ആണ് മെയിൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ T3 Ultra ലഭിക്കുന്നുണ്ട്. അതെടുക്കാവുന്നതാണ്. അല്ല ടെലിഫോട്ടോ ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതും നോക്കാവുന്നതാണ്. പിന്നെ 4,600 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് തന്നെ വരുന്നുണ്ട്. 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരുന്നുണ്ട്.
പിന്നെ 37,900 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V30 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ ക്യാമറയിൽ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്. പിന്നെ 46,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ വിവോ V40 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. വില 46,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9400 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5800 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 66,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ഇതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോ X200 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9400 എന്നുള്ള പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാമറയിൽ 50+200+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ വളരെ മെച്ചൂർ ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിൽ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 95,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോയുടെ X Fold 3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 1,60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഉള്ളിൽ 8.03 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5800 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.